ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യം ഒരു പാസേജ് തന്നിട്ടുണ്ട്. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ഹീ ടോൾഡ് ഹിസ് മദർ. അപ്പോൾ റാക്കൂൺ എന്ത് ചെയ്തു? ഫോറസ്റ്റിൽ നിന്നുകൊണ്ട് കരയാണ്, എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് അവൻ്റെ അമ്മയടുത്ത് പറഞ്ഞു. അതോടൊപ്പം എന്ത് പറഞ്ഞു? ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കണം എന്ന് അമ്മയോട് പറയുകയാണ്. എനിക്ക് അമ്മയോടൊപ്പം വീട്ടിൽ നിന്നാൽ മതി, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കണം, എനിക്ക് എൻ്റെ ടോയ്സിനോടൊപ്പം കളിക്കണം, എനിക്ക് എൻ്റെ ബുക്സ് വായിക്കണം, ഐ വോണ്ട് ടു സിങ് ഓൺ മൈ സ്വിങ്, എൻ്റെ ഊഞ്ഞാലിൽ എനിക്ക് ഊഞ്ഞാലാടണം, പ്ലീസ് മീ ഐ സ്റ്റേ അറ്റ് ഹോം വിത്ത് യു. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. എന്നെ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മിസ് റാക്കൂൺ എന്ത് ചെയ്തു? അവൻ നസിൽ ചെയ്യാന്ന് വെച്ചാൽ ഓമനിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അതായത് ഒരു പാരഗ്രാഫ് തരും. അപ്പോൾ നമ്മൾ അത് നന്നായി വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്തായാലും ആ പാരഗ്രാഫിൽ കാണുമ്പോൾ അവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കുക, പാരഗ്രാഫും വായിക്കുക, എടുത്തെഴുതുക. അത്രയാണ് ഫസ്റ്റ് പാർട്ടിലായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരിക. നോക്കിയേ, വെയർ വാസ് ചെസ്റ്റർ സ്റ്റാൻഡിങ്? ചെസ്റ്റർ എവിടെയാണ് നിൽക്കുന്നത്? ചെസ്റ്റർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. ചെസ്റ്റർ നിന്നത് ഫോറസ്റ്റിൻ്റെ എഡ്ജിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ചെസ്റ്റർ നോട്ട് വാണ്ടഡ് ടു ഡു? ചെസ്റ്ററിന് എന്താണ് ചെയ്യാൻ താല്പര്യമില്ലാതിരുന്നത്? ചെസ്റ്റർ ഡിഡ് നോട്ട് വാണ്ടഡ് ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ചെസ്റ്റർ വാണ്ട് ടു സ്റ്റേ ഹോം? എന്തുകൊണ്ടാണ് അവന് വീട്ടിൽ നിൽക്കണമെന്ന് തോന്നിയത്? ചെസ്റ്ററിന് വീട്ടിൽ നിൽക്കണമെന്ന് തോന്നിയത് നമ്മൾ നേരത്തെ നോക്കി. ചെസ്റ്ററിന് അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ടോയ്സിനോടൊപ്പം കളിക്കാനും ബുക്സ് വായിക്കാനും എല്ലാം ഇഷ്ടമായതുകൊണ്ട്. ചെസ്റ്റർ വാണ്ടഡ് ടു സ്റ്റേ ഹോം ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് toys and read his books. How did Miss Raccoon comfort Chester? ചെസ്റ്ററിനെ എങ്ങനെയാണ് മിസ് റാക്കൂൺ കംഫർട്ട് ചെയ്തത്? എങ്ങനെയാണ് അവനെ ആശ്വസിപ്പിച്ചത്? മിസ് റാക്കൂൺ കംഫർട്ടഡ് ചെസ്റ്റർ ബൈ ടേക്കിംഗ് ഹിസ് ഹാൻഡ് ആൻഡ് നെസ്ലിംഗ് ഹിസ് ഇയർ. റാക്കൂൺ അവനെ ആശ്വസിപ്പിച്ചത് അവൻ്റെ കൈയെല്ലാം പിടിച്ചതിന് ശേഷം അവൻ്റെ ചെവിയിലൊന്ന് തലോടി ഒന്ന് ഓമനിച്ചുകൊണ്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in the story, the little train, toys and dolls were worried because the train stops. Prepare a conversation between the toy clown and the little blue engine when they meet. സ്റ്റോറി ലിറ്റിൽ ട്രെയിനിൽ നമ്മൾ കാണുന്നുണ്ട് ടോയ്സും ഡോൾസും എല്ലാം വറീഡാണ്, എല്ലാം വിഷമത്തിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്. ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര വറീഡാണ്. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടോയ് ക്ലൗൺ ആൻഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വെൻ ദേ മീറ്റ്. ടോയ് ക്ലൗണും ലിറ്റിൽ ബ്ലൂ എൻജിനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ കോൺവെർസേഷൻ നമുക്ക് നോക്കാം. ടോയ് ക്ലൗൺ എന്ന് ചോദിക്കും, വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് പറയും? ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു, ഇനി ഇതിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ടോയ് ക്ലൗൺ എന്ത് ചോദിക്കും? ക്യാൻ യു ഹെൽപ്പ് അസ് പുൾ ദ ട്രെയിൻ? നിനക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമോ നമ്മുടെ ട്രെയിനിനെ പുൾ ചെയ്യാനായിട്ട്? അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് പറയും? ഐ വിൽ ട്രൈ, തോ ഐ എം നോട്ട് വെരി ബിഗ്. ഞാൻ ഇന്ന് ട്രൈ ചെയ്യാം, പക്ഷേ ഞാൻ വലിയവനല്ല. അപ്പോൾ ടോയ് ക്ലൗൺ എന്ത് പറയും? വി വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഹെൽപ്പ്. ടോയ് ക്ലൗൺ പറയും, നിങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് പറഞ്ഞു? ഐ തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റുമെന്ന്. അപ്പോൾ ടോയ് ക്ലൗൺ പറയും, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് എസ്. നമ്മളെ സഹായിച്ചതിന് നന്ദി. ഇനി റിഡിൽസ് ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കൈനെ പറ്റി, ആകാശത്തെ പറ്റിയും മൊബൈൽ ഫോണിനെ പറ്റിയും കടലിനെ പറ്റിയുമാണ് റിഡിൽസ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സ്കൈനെ പറ്റി നമുക്ക് നോക്കാം. ഐ ആം ബ്ലൂ ഇൻ ദ ഡേ ടൈം ആൻഡ് ഡാർക്ക് അറ്റ് നൈറ്റ്, വാട്ട് ആം ഐ? ഞാൻ പകല് നീല കളറും രാത്രി കറുപ്പുമാണ്, ഞാൻ ആരാണ്? ആരാണ് ആൻസർ? സ്കൈ. മൊബൈൽ ഫോണിനെ പറ്റി നോക്കാം. ഐ റിങ് വെൻ യു കോൾ. ഞാൻ റിങ് ചെയ്യും നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ. ഐ ഹെൽപ്പ് യു ടോക്ക്. ഞാൻ നിങ്ങളെ സംസാരിക്കുവാൻ സഹായിക്കുന്നു. ഞാൻ ആരാണ്? മൊബൈൽ ഫോണാണ്. അടുത്ത് സി, കടലിനെ പറ്റി. ഐ ആം വാസ്റ്റ് ആൻഡ് ബ്ലൂ. ഞാൻ വാസ്റ്റും ബ്ലൂവുമാണ്. വിത്ത് വേവ്സ് ദാറ്റ് ഫ്ലോ. ഒഴുകുന്ന വേവ്സ് എനിക്കുണ്ട്, തിരമാലകൾ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ആരാണ്? സി ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിലെല്ലാത്തിലും എന്തോ ഒരു ഇറേഴ്സ് തെറ്റുകളുണ്ട്. ആ തെറ്റ് എന്തെന്ന് മനസ്സിലാക്കി അതിനെ ക്ലിയർ ചെയ്യാനാണ്, അതിനെ മാറ്റി ശരിയായത് എഴുതാനാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈ ടു ഹെൽപ്പ് ദ ട്രെയിൻ. ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രെയിനെ സഹായിക്കാനായി ശ്രമിച്ചു. ട്രൈഡിൻ്റെ സ്പെല്ലിംഗ് നോക്കി, TRYED ആണ് ട്രൈഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, TRIED ആണ് ട്രൈഡ്. അടുത്ത്, ഓൺ എ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം.
നമ്മൾ ഓൺ എ വെരി റെയിനി ഡേ എന്ന് പറയത്തില്ല, ഓൺ എ വരത്തില്ല, ഓൺ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം എന്ന് മാത്രമേ വരത്തുള്ളൂ. അടുത്ത മൂന്നാമത്തത് ചെസ്റ്റർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഗോ ടു സ്കൂൾ ടുഗെദർ. ചെസ്റ്ററും അവൻ്റെ ഫ്രണ്ട്സും സ്കൂളിൽ ഒരുമിച്ചാണ് പോകുന്നത്. അവൻ്റെ എന്ന അർത്ഥം വരുന്ന വാക്ക് എന്താണ്? ഹിസ്, HIS ആണ്, ഇവിടെ HES ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത മിസ് റാക്കൂൺ കിസ്ഡ് ഹിസ് ഹാൻഡ് ബിഫോർ സെൻഡിങ് ഹിം ഓഫ്. മിസ് റാക്കൂൺ അവൻ്റെ കൈകളിൽ ഉമ്മ വെച്ചു അവനെ പറഞ്ഞയക്കുന്നതിന് മുൻപ്. ഹിസ് എന്നാണ് അവൻ്റെ എന്നതിന് അർത്ഥം വരുന്നത്. ഹിസ് എന്ന് ഇവിടെ സെൻറ്റൻസിൽ ഒരു ഹിസ് എന്ന് പറഞ്ഞ വേർഡിന് മിസ്റ്റേക്ക് ഉണ്ട്. ഹി കഴിഞ്ഞ് അപ്പോസ്ട്രോഫി എസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതല്ല HIS ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചെസ്റ്റർ ഫസ്റ്റ് ദിവസം സ്കൂളിൽ പോകുന്ന ദിവസം ചെസ്റ്റർ റാക്കൂൺ ആദ്യമായി സ്കൂളിൽ പോയപ്പോൾ അവൻ എന്തായാലും വിഷമം തോന്നിക്കാണും, സങ്കടം തോന്നിക്കാണും. അപ്പോൾ അവൻ ചുറ്റും നോക്കിയ സമയത്ത് ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം കണ്ടു. സ്കൂളിലേക്ക് എല്ലാവരും വരണം എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് പോസ്റ്റേഴ്സ് അവൻ കണ്ടു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളായിരിക്കും കടന്നു പോയിട്ടുണ്ടാകുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കാം. When Chester first enters his school, ചെസ്റ്റർ ആദ്യമായി അവൻ്റെ സ്കൂളിൽ പോകുമ്പോൾ he feels both nervous and curious. അവന് പേടിയും ആകാംക്ഷയും ഉണ്ട്. The hallway is big and full of new faces. ഹാൾവേ എന്ന് പറയുമ്പോൾ അവൻ പോയിരുന്ന ആ ഹാൾ എന്ന് പറയുന്നത് വലുതും അതുപോലെ തന്നെ എല്ലാവരും പുതിയ മുഖങ്ങളാൽ നിറഞ്ഞതുമാണ്. He notices colorful posters on the walls. അവൻ കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആ മുറിയിൽ മുഴുവനും കണ്ടു. ആൻഡ് ഹിയേഴ്സ് ദ ചാറ്റേഴ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ കലപില ശബ്ദവും അവൻ കേട്ടു. ഹിസ് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്. അവൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി, വലിയ വേഗതയിൽ ഇടിക്കാൻ തുടങ്ങി. ബട്ട് ഹി റിമെമ്പർ ഹിസ് മദേഴ്സ് കിസ്. അപ്പോൾ അവൻ ആരെ പറ്റി ഓർത്തു? അവൻ്റെ അമ്മ അവന് നൽകിയ കിസ്സിനെ പറ്റി ഓർത്തു. ദിസ് മേക്സ് ഹിം ഫീൽ എ ബിറ്റ് ബെറ്റർ ആൻഡ് ഹി സ്റ്റാർട്ട് ടു ലുക്ക് അറ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് ഓർത്തപ്പോൾ അവൻ്റെ അമ്മ അവനെ എല്ലാം സ്നേഹിച്ച് വളരെ കിസ്സൊക്കെ കൊടുത്താണ് വിട്ടതെന്ന് ഓർത്തപ്പോൾ അവനൊരു സന്തോഷം തോന്നി. അങ്ങനെ അവൻ ചുറ്റും ആകാംക്ഷയോടെ സന്തോഷത്തോടെ നോക്കാനായിട്ട് തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഓൾ ദ ന്യൂ ഫ്രണ്ട്സ് ഹി വുഡ് മേക്ക്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ കൂട്ടുകാർ ആരെല്ലാമായിരിക്കും എന്നെല്ലാം അവനിങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ പഠിക്കേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കാനാണ്. പോസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബോക്സ് വരയ്ക്കുക, ഒരു പിക്ചർ വരയ്ക്കുക, പിന്നെ അവർ എന്തിനെ പറ്റിയാണോ പോസ്റ്റർ എഴുതാൻ പറയുന്നത് ആ ഒരു കാര്യം അവിടെ അങ്ങ് എഴുതി കൊടുക്കുക. അപ്പോൾ അതാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയുമായിരിക്കും. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ യു ആർ എ ചെസ്റ്റർ ഫ്രം ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ കിസ്സിങ് ഹാൻഡ് എന്ന ചാപ്റ്ററിൽ ചെസ്റ്റർ ആണ് നിങ്ങൾ എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഡിസ്ക്രൈബിങ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ആൻഡ് ഹൗ യുവർ മദേഴ്സ് സീക്രറ്റ് ഹെൽപ്പ് യു ഫീൽ ബെറ്റർ. അപ്പോൾ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ലെറ്റർ എഴുതുക. എന്തിനെ പറ്റിയാണ്? നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേയിനെ പറ്റിയും എങ്ങനെയാണ് നിൻ്റെ അമ്മയുടെ, അതായത് ചെസ്റ്റർ ആണ് നിങ്ങളെന്ന് ഇമാജിൻ ചെയ്യണമല്ലോ, അപ്പോൾ എങ്ങനെയാണ് അമ്മയുടെ സീക്രട്ട് എന്നെ സഹായിച്ചത് എന്നതിനെ പറ്റി നിങ്ങളുടെ ഫ്രണ്ടിനോട് ലെറ്റർ എഴുതുക. അപ്പം നമുക്ക് അടുത്ത ലെറ്റർ നോക്കാം. ലെറ്റർ എഴുതേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഡിയർ ഫ്രണ്ട് എന്ന് എഴുതുക. ആദ്യം നമ്മൾ എന്ത് എഴുതുക? ഡിയർ ഫ്രണ്ട്. ഡിയർ ഫ്രണ്ട്, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അപ്പം നിങ്ങൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? ഫ്രണ്ടിനല്ലേ. അപ്പോൾ ആദ്യം ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ കരുതുന്നു നീ നന്നായിരിക്കുന്നു എന്ന്, നീ സുഖമായിരിക്കുന്നു എന്ന്. ഐ വോണ്ട് ടു ഷെയർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വിത്ത് യു. എനിക്ക് സ്കൂളിലെ ഫസ്റ്റ് ദിവസത്തെ പറ്റി നിന്നോട് പറയാനുണ്ട്. ഐ വാസ് വെരി നെർവസ് ആൻഡ് ഡിഡ്ന്റ് വോണ്ട് ടു ലീവ് മൈ മോം. ഞാൻ വളരെ പേടിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ വിട്ട് പോകണമെന്നില്ലായിരുന്നു. ബട്ട് ഷീ ഷെയർഡ് എ സ്പെഷ്യൽ സീക്രട്ട് വിത്ത് മീ കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. പക്ഷെ അമ്മ എന്നെ ഒരു സീക്രട്ട് പഠിപ്പിച്ചു. എന്താണ്? കിസ്സിങ് ഹാൻഡ്. She kissed my palm and told me that whenever I feel lonely, I can press my hand to my cheek and I will feel her love. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത സീക്രട്ട് എന്താണ്? അമ്മ അവൻ്റെ കയ്യിൽ കിസ് ചെയ്തതിന് ശേഷം പറഞ്ഞു, നീ എപ്പോൾ വിഷമിച്ചാലും, നീ എപ്പോൾ ഒറ്റയ്ക്കായി തോന്നിയാലും നിനക്ക് ഈ കൈക്കുള്ളിലാണ് കിസ് ചെയ്തത്, അതെടുത്ത് നിൻ്റെ കവളിലേക്ക് വെച്ചാൽ നിനക്ക് എൻ്റെ സ്നേഹം അറിയാനായി സാധിക്കും എന്ന് അമ്മ പറഞ്ഞു കൊടുത്തിരുന്നു. ദിസ് മെയ്ഡ് മീ ഫീൽ മച്ച് ബെറ്റർ. അപ്പോൾ ഇത് എന്നെ വളരെയധികം സന്തോഷവാനാക്കി നിങ്ങൾ പറയുവാണ് ലെറ്ററിൽ. ആൻഡ് ഐ വാസ് ഏബിൾ ടു എൻജോയ് മൈ ഡേ അറ്റ് സ്കൂൾ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്കൂളിലെ ഡേ മുഴുവൻ എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഡേ മുഴുവനും എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റി. ഐ ഈവൻ മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ കൂട്ടുകാരെ പോലും ഉണ്ടാക്കി. യുവേഴ്സ് ട്രൂലി ചെസ്റ്റർ.
അപ്പോൾ ലെറ്റർ എഴുതി കഴിഞ്ഞ് ഏറ്റവും താഴെ നമ്മൾ യുവേഴ്സ് ട്രൂലി എന്നല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ എഴുതണം. അതെന്തിനാണ്? നമ്മൾ ഒരു ലെറ്റർ അവസാനിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നെല്ലാം എഴുതിയിട്ട് അവസാനം ആ ലെറ്റർ എഴുതുന്ന ആളിൻ്റെ പേര് എഴുതുക. അപ്പോൾ ലെറ്റർ എഴുതുന്ന ആരാണ് ഈ ലെറ്റർ എഴുതുന്നത്? ചെസ്റ്റർ. അതുകൊണ്ട് യുവേഴ്സ് ട്രൂലി ചെസ്റ്റർ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്, നന്നായി എഴുതുക.